ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മീനിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മീൻ മുളകിട്ടത് അല്ലെങ്കിൽ മത്തി മുളകിട്ടത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഉച്ചയ്ക്ക് ഊണിൻ്റെ ഒപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മത്തിയാണ്, കുഞ്ഞൻ മത്തിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കറിക്ക് വേണ്ടിയിട്ട്. ബാക്കി പകുതി പൊരിക്കാനായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു കൈക്ക് ഉള്ളിലെടുക്കുന്ന ഒരു പിടി ചെറിയുള്ളിയും ഒരു തക്കാളി, ഒരു സവാളയുടെ പകുതിയും 2-3 അല്ലി വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി, വാളംപുളി, നല്ല കറുത്ത വാളംപുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ പുഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ്. അപ്പം നമുക്ക് മീൻകറി വയ്ക്കാനായിട്ട് എപ്പോഴും നല്ലത് മൺചട്ടിയാണ്. മൺചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ എടുത്തേക്കുന്ന ഓയിൽ വെളിച്ചെണ്ണയാണ്. അപ്പം ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലത്തേക്ക് വെളിച്ചെണ്ണയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കടുകല്ല എടുത്തേക്കുന്നത്, ഞാൻ ഉലുവയാണ് എടുത്തേക്കുന്നത്. ഉലുവയിട്ട് ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് മതി. വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും സവോളയും കൂടെ നന്നായിട്ട് ഇട്ട് വഴറ്റിയെടുക്കുക. അധികമായിട്ട് അങ്ങ് വഴണ്ടി പോകേണ്ട, അതിൻ്റെ ഒരു പച്ചമണം മാറി ചെറുതായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇഞ്ചി ഉണ്ട്. എൻ്റെ കയ്യിൽ പേസ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ ചേർത്ത് കൊടുത്ത് പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്ത് നന്നായിട്ട് പൊടികളെല്ലാം മാറി പച്ചമണം എല്ലാം അങ്ങ് മാറി ആ പൊടികളുടെ കുത്തലും ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അതിലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പുഴിഞ്ഞ് വെച്ച വാളംപുളി ഉണ്ടല്ലോ, അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ മസാലയും പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിൽ ഒരു പേസ്റ്റ് കണക്കാക്കിയെടുക്കുക. അതിൻ്റെ ഒരു പുളിയുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന ടൈമിൽ നമ്മൾ ആ പുളി പിഴിഞ്ഞ് വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം, നമ്മൾ ഒരു 1/4 കപ്പ് 1/2 കപ്പ് വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് അറിയാമല്ലോ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി, നമുക്ക് എത്ര വെള്ളം വേണം, എത്ര കറി വേണം, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒഴിച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ കറി വേണം എന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നമ്മൾ മീനിടണം. നമ്മൾ പറക്കി വെച്ചിരിക്കുന്ന മത്തിക്കുട്ടന്മാരെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പകുതി മത്തി എടുത്തുള്ളൂ, ബാക്കി പകുതി ഞാൻ വറുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മത്തിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടാനായിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ആ പുളിയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. ഇതേ കണ്ടോ, ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇടുന്നുണ്ട് അതിനകത്തേക്ക്, എന്നാലേ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുറുവി വരാനായിട്ട് തുടങ്ങി കേട്ടോ. കുറുവി വരാനായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് കുറുവി വന്നിട്ടുണ്ട്. ആ പുളിയുടെയൊക്കെ കളറും മസാലയുടെ കളറും ഒക്കെ ചേർന്ന് അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറും കിഴങ്ങും മീൻ വറുത്തതും മത്തി മുളകിട്ടതുമായിട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കപ്പയുടെ കൂടെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പാൽക്കപ്പയുടെ കൂടെ കഴിക്കാനും അടിപൊളി കോമ്പിനേഷനാണിത്.
നല്ല എരിവുള്ള മത്തിക്കറിയും പാൽക്കപ്പയും ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.